ഹായ്, ഇന്ന് സൺഡേ ആയിരുന്നു. രാവിലെ പള്ളിയിൽ പോക്ക് നടന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ട് വടക്കേക്കോട്ടയിൽ 5 മണിക്ക് പോകാമെന്ന് ഓർത്തു. വടക്കേക്കോട്ട സെൻറ്റ് ജോസഫ് ചർച്ചിലാണ് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. രാവിലെ എന്തായാലും പോയില്ല. ഡാമിക്കുട്ടൻ കാറ്റീസത്തിന് പോയി. അവന് 8:15 കാഴ്ചവെപ്പുണ്ടായിരുന്നു. സെൻറ്റ് ഡാമിയൻ ചർച്ച് വൈറ്റിലയിലാണ് കാറ്റീസത്തിന് പോകണം. അപ്പം അവനെ കൊണ്ടേ ആക്കിയിട്ട് വന്നപ്പോഴാണ് ചിക്കൻ തലേ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. രാവിലെ ആയപ്പോഴേക്കും രാത്രി തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെച്ചു. രാവിലെ ആയപ്പോൾ തണുപ്പൊക്കെ പോയി. അപ്പോൾ വന്നിട്ട് ഞാൻ അതിൽ നിന്ന് നന്നായിട്ട് കഴുകി വെച്ചു. അപ്പോൾ വിചാരിച്ചു കുറച്ചെടുത്ത് ഒരു ചിക്കൻ പെരട്ട് എന്ന് പറഞ്ഞൊരു റെസിപ്പി കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇത്തിരി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് കുറച്ച് നല്ല കഷ്ണങ്ങളെടുത്ത് മാറ്റി വെച്ചു. ബാക്കിയുള്ളത് കറിക്കും. കഴുകി രണ്ടായിട്ട് തന്നെയാണ് വെച്ചത്. ചിക്കൻ പെരട്ടിലേക്ക് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ജീരകം, റവ, കോൺഫ്ലവർ, തൈര്, ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചിട്ട് കുറേ നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. വൈകിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഏതെടുക്കണം നോക്കുകയാണ്. നമ്മൾ തുണിയെടുക്കാൻ പോണേന് ബാങ്കിലേക്ക് പോകാൻ അവിടെ കരിങ്ങാശ്ശേരിയിലോ ചൈത്രത്തിൽ കയറാമെന്ന് വിചാരിച്ചു. പോണ വഴി ഞങ്ങളെ കരിങ്ങാശ്ശേരിയിലൊരു കടയ്ക്ക് എടുക്കും. അവിടെ നിന്ന് പറ്റിയത് കിട്ടി. അങ്ങനെ അതെടുത്ത് നേരെ ഇടുമ്പത്തേക്ക് പോയി. ഇതാണ് കേട്ടോ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും. അമ്മച്ചി അവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസം കുട്ടനിൻ്റെ വീട്ടിന് എന്തായാലും പപ്പടം വേണം. പിന്നെ അവർക്ക് പപ്പടം വറുത്ത് കൊടുത്ത് ഗോതമ്പ് പായസം വെച്ച് ചുമ്മാ ഉണ്ടാക്കിയതാണ് അമ്മച്ചി. അപ്പം അതൊക്കെ കഴിച്ച് 8:30-9 മണി നാളെ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പോകണം. അപ്പം ക്രിസ്മസിന് മുമ്പ് ഇവിടെ മറ്റേ ഹാർഡ് ഐസിങ്ങിൻ്റെ കേക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിന് തപ്പി തൃപ്പൂണിത്തുറയിലൊക്കെ ചില കടയിൽ ചോദിച്ചിട്ട് കിട്ടിയില്ല ഹാർഡ് ഐസിങ്. അപ്പം നമ്മുടെ ഇവിടെ എരൂരായിട്ട് ജിഷ ബേക്കറിയിലുണ്ടായിരുന്നു. പിന്നെ ഞാനും രാത്രി പോയി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഡ്രസ്സ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി ഒരു 11 മണിക്ക് അങ്ങ് കിടപ്പായി. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.